നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 41. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മാഹാത്മ്യം, ഭാഗവത മാഹാത്മ്യം അധ്യായം 5 21 ശ്ലോകമാണ് പറയേണ്ടത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഭാഗവത മാഹാത്മ്യം 5-ാം അധ്യായത്തിൽ 20-ാമത്തെ 19ഉം 20ഉം ശ്ലോകം ഒന്നായിട്ട് പറഞ്ഞു. 20-ാമത്തെ ശ്ലോകം ഞാൻ ഒരു പ്രാവശ്യം പാരായണം ചെയ്യാം. ഏവം ഭ്രമൻ സഗോകർണ സപുരം സമുപേയവാൻ രാത്രോ ഗൃഹാങ്കണേ സ്വപ്തും ആഗതോ അലക്ഷിതപ്പരേ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. അർത്ഥം പറയണ്ടായി. ഇനി 21-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കാം. തത്ര സുപ്തം സവിജ്ഞായ ദുന്ദുകാരി സ്വഭാന്തവം നിഷേധേ ദർശയാമാസ മഹാരൗദ്രതരം ബഭു. മഹാരൗദ്രതരം ബഭുന കാണാൻ ഭീകരമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു എന്നാണ്. പ്രേതല്ലേ. തത്ര സുപ്തം സവിജ്ഞായ ദുന്ദുകാരി സ്വഭാന്തവം നിഷേധേ ദർശയാമാസ മഹാരൗദ്രതരം ബഭു. അതിനർത്ഥം പറയുന്നത്, തൻ്റെ ബന്ധുവായ ഗോകർണൻ അവിടെ ഉറങ്ങുന്നതായി അറിഞ്ഞ ദുന്ദുകാരിയുടെ പ്രേതം. ശ്രദ്ധിക്കണം. തൻ്റെ ബന്ധുവായ ഗോകർണൻ അവിടെ ഉറങ്ങുന്നതായി അറിഞ്ഞ ദുന്ദുകാരിയുടെ പ്രേതം അർദ്ധരാത്രിയിൽ അതിഭയങ്കരമായ സ്വരൂപത്തെ ഗോകർണന് പ്രത്യക്ഷമാക്കി തീർത്തു, കാട്ടിക്കൊടുത്തു. ഭൂതപ്രേത പിശാചാത്യ രാത്രോ ക്രീഡന്തി നിത്യശ. ഒരു പ്രമാണം പറഞ്ഞു. ഈ പ്രമാണമൊന്നും ഭാഗവത സപ്താഹത്തിൽ പറയാൻ പറ്റില്ല. സ്വാധ്യായം ചെയ്യുക, സ്വയം ടെസ്റ്റ് വാങ്ങി പഠിക്കുക, ഭഗവാനെ നമസ്കരിച്ചിട്ട് തുടങ്ങുക, ഗ്രന്ഥം മടക്കി വച്ചാൽ വീണ്ടും നമസ്കരിക്കുക. മനസ്സുകൊണ്ടെങ്കിലും നമസ്കരിക്കുക. യു വിൽ റീച്ച് യുവർ ഗോൾ. നമ്മുടെ ഉദ്ദേശ ലക്ഷ്യത്തിൽ എത്താതെണ്ടിരിക്കില്ല. അപ്പോൾ പറഞ്ഞു, ഭൂതപ്രേത പിശാചാദ്യ രാത്രോ ക്രീഡന്തി നിത്യശ. ഭൂതപ്രേത പിശാചുകൾ നിത്യവും രാത്രിയിൽ ക്രീഡിക്കും എന്നുള്ള മര്യാദയെ അനുസരിച്ച് ദുന്ദുകാരിയുടെ പ്രേതവും അവിടെ വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് 22-ാമത്തെ ശ്ലോകം പറയണു, സഗൃന്മേഷ സഗൃദസ്തി സഗൃശ്ച മഹിഷോ അഭവത്. അവിടെ പ്രാസാണ് എല്ലാ വാക്കിലും. സഗൃന്മേഷ സഗൃദസ്തി സഗൃശ്ച മഹിഷോ അഭവത്. സഗൃദിന്ദ്ര സഗൃശ്ച അഗ്നി പുനശ്ച പുരുഷോ അഭവത്. ഒക്കെ സകാരാണ്. സഗൃന്മേഷ സഗൃദസ്തി സഗൃശ്ച മഹിഷോ അഭവത്. സഗൃദിന്ദ്ര സഗൃശ്ചാഗ്നി പുനശ്ച പുരുഷോ അഭവത്. എന്താണ് അർത്ഥം പറയണത്? പ്രേതക്രീഡയെ വിവരിക്കുന്നു. പ്രേതത്തിൻ്റെ രീതികൾ, അല്ലെങ്കിൽ അതിൻ്റെ രൂപം, അതിൻ്റെ അലവലാദിത്വം ഇതാണ് പറഞ്ഞത്. പ്രേതക്രീഡയെ പേര് ഒരിക്കൽ ആടിൻ്റെയും മറ്റൊരിക്കൽ ആനയുടെയും പിന്നെയൊരിക്കൽ പോത്തിൻ്റെയും പിന്നെ ഇന്ദ്രൻ്റെയും പിന്നെ അഗ്നിയുടെയും പിന്നെ മനുഷ്യൻ്റെയും ആകൃതികളെ ഗോകർണൻ്റെ മുമ്പിൽ പ്രത്യക്ഷമാക്കി കളിച്ചു. പ്രേതം കളിച്ചു എന്നാണ് പറഞ്ഞത്. പ്രേതമായിത്തീരുന്ന കളിയാണ്. ഇഷ്ടമുള്ള രൂപങ്ങൾ ധരിക്കാം. ഇതേമാതിരി മാംസദളമായിട്ടുള്ള കാറ്റുമാതിരി ആകൃതി. അപ്പോൾ ആടായിട്ടും ആനയായിട്ടും പോത്തായിട്ടും ഇന്ദ്രനായിട്ടും അഗ്നിയായിട്ടും മനുഷ്യൻ്റെയും ആകൃതികളെ ഗോകർണൻ്റെ മുമ്പിൽ പ്രത്യക്ഷമാക്കി കളിച്ചു. അതാണ് പ്രേതത്തിൻ്റെ സ്വഭാവം. അടുത്ത ശ്ലോകം 23.
വൈപരീത്യം ഇതം ദൃഷ്ട്വാ ഗോകർണോ ധൈര്യസംയുത. പേടിച്ചാൽ പോയി, പ്രേതത്തിനെ കണ്ട് പേടിച്ചാൽ പോയി. നാരായണ 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 ജപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രേതം അടുത്ത് വരില്ല. നാരായണനെ നിരസിച്ചാൽ പ്രേതം വരും, ഭൂതങ്ങളും പ്രേതങ്ങളൊക്കെ വരും. അപ്പോൾ ധൈര്യസംയുത, ആ വാക്ക് അണ്ടർലൈൻ ചെയ്യണം. ഏതൊരവസ്ഥയിലും സച്ചിദാനന്ദ സ്വരൂപനെ മനസ്സിൽ കാണുന്ന ആൾക്ക് ധൈര്യം ചോരില്ല. മതയാന വന്നാലും ധൈര്യസംയുത. അയം ദുർഗതിക ക അബി നിശ്ചിത അധ നിശ്ചിത്യ അധ തമ്മബ്രവീത്. ശ്രദ്ധിക്കണം, അവിടെ തമബ്രവീത് എന്നാണത് വായിക്കും. തമ്മബ്രവീത് രണ്ടക്ഷരമാണ്, അല്ല 2 വാക്കുകളാണത്. വൈപരീത്യം ഇതം, വൈപരീത്യം ഇതം എന്നല്ല, വൈപരീത്യം ഇതം ദൃഷ്ട്വാ ഗോകർണോ ധൈര്യസംയുത അയം ദുർഗതിക ക അഭി നിശ്ചിത്യ അധ തമ്മബ്രവീത്. ശ്ലോകം. വിപരീതങ്ങളായ ഭൂതഭേദങ്ങളെ കണ്ടിട്ട് ധൈര്യത്തെ അവലംബിച്ച് ഗോകർണൻ സൽഗതി ലഭിക്കാതെ അലയുന്ന ഒരു പ്രേതമാണിതെന്ന് നിശ്ചയിച്ച ശേഷം അതിനോട് പറഞ്ഞു. അപ്പോൾ ഗോകർണൻ ആരാ? ഭാഗവതോത്തമനാണ്. ഭക്തിപ്രസ്ഥാനമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. അപ്പോൾ ഭൂതപ്രേതങ്ങളുടെ കളിയൊന്നും അദ്ദേഹത്തിൻ്റെ അടുത്ത് നടക്കില്ല. അപ്പോൾ വിപരീതങ്ങളായ രൂപഭേദങ്ങളെ കണ്ടിട്ട് ധൈര്യത്തെ അവലംബിച്ച ഗോകർണൻ സൽഗതി ലഭിക്കാതെ അലയുന്ന ഒരു പ്രേതമാണ് ഇതെന്ന് നിശ്ചയിച്ച ശേഷം അതിനോട് പറഞ്ഞു. ഗോകർണാവാച, ഗോകർണൻ പറഞ്ഞു. 24-ാമത്തെ ശ്ലോകം. കസ്ത്വം ഉഗ്രതരോ രാത്രോ കുതോ യാതോ ദശാം ഇമാം. ദശാമിമാം എന്നാണ് വാക്ക് പ്രിൻ്റ്. പക്ഷെ നമ്മൾ എങ്ങനെ വായിക്കണം? ദശാം ഇമാം. കിം വാ പ്രേത പിശാചോ വാ രാക്ഷസോ അസീതി സംസന. സംശന എന്നാണത് വരിക. നാന്നല്ല, ഈ കുറേ മുമ്പേ തുടക്കത്തിൽ പറയുണ്ടായി. ഈ ന ശബ്ദം എന്താണ്? നാന്നല്ല, നോ എന്നും പറയണതല്ല. ന എന്നെ. ഓം ഭുർഭുവസ്വഹാ സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. എന്നെ പ്രചോദിക്കണമെന്ന് പറഞ്ഞ മാതിരിയാണ് ഈ ഇവിടെ നകാരം വരിക. അപ്പോൾ അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ആ അർത്ഥം തെറ്റിപ്പോരുത് എന്ന് പറഞ്ഞിട്ട് ന സംശ. ന സംസ എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് പറഞ്ഞാലും, എന്നെ പ്രചോദിപ്പിക്കണമെന്ന് പറഞ്ഞ മാതിരി ഞങ്ങളോട് പറഞ്ഞാലെന്നാണ് അതിന് വരെ. സംശ ന സംസ. അപ്പോൾ ആ 24-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ, രാത്രിയിൽ സഞ്ചരിക്കുന്ന അതിഭയങ്കരനായ നീ ആരാണ്? എന്താ ചോദിച്ചത്? കസ്തത്വം ഉഗ്രതരോ രാത്രോ. രാത്രിയിൽ ഉഗ്രരൂപിയായിട്ട് നടക്കുന്ന നീ ആരാണ്? ഈ അവസ്ഥയിൽ അകപ്പെടുവാനെന്തു കാരണം? കുതോ യാതോ ദശാമിമാം. ഇങ്ങനെ അലയാനുള്ള കാരണം എന്താണ്? നീ പ്രേതമോ? കിംബാ പ്രേത. നീ പ്രേതമോ പിശാചോ രാക്ഷസനോ? ഞങ്ങളോട് സത്യം പറയുക. അവിടെ ഞങ്ങൾ എന്ന് പറഞ്ഞത് വളരെ രസാകരമായിട്ടാണ്. നന്നേക്കാൾ മീതിയാണ് ഞാൻ തന്നെ. അത് അഹങ്കാരം കൊണ്ടല്ല, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിന്നെ മുക്തിയിലേക്ക് അയക്കാൻ കഴിവുള്ളവനാണ് ഞാൻ എന്നുള്ളൊരു ധ്വനി വന്നു അവിടെ. ഞങ്ങളോട് പറയൂ. ഐ ആം സോ ബ്ലെസ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ലിറ്റിൽ ബിറ്റ് ഓഫ് ദി ടെക്നിക്കാലിറ്റീസ്. അതാണ് ഈശ്വരൻ്റെ അനുഗ്രഹം. ഞാൻ സംസ്കൃതവും പഠിച്ചില്ല, ഞാൻ മലയാളവും പഠിച്ചില്ല. പക്ഷേ കാര്യങ്ങളൊക്കെ എനിക്ക് ഭഗവാൻ പറഞ്ഞു തന്നുകൊണ്ടിരിക്കണം. അപ്പോൾ നീ പ്രേതമോ പിശാചോ രാക്ഷസനോ ഞങ്ങളോട് സത്യം പറയുക. ഭൂതപ്രേതാദികളുടെ സ്വരൂപവിശേഷങ്ങളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു കാണുന്നു. അതായത് ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ നന്നേക്കാൾ മീതയാണ്, നന്നെ
നിനക്ക് സ്വസ്തി ഉണ്ടാക്കി തരാൻ കഴിവുള്ളവനാണ് ഞാൻ, അത്യാവശ്യം പഠിച്ചിട്ടുണ്ടെന്ന് പറയണം. നീ മനസ്സിലാക്കിക്കോ, നീ ആരാണ്, നിജസ്ഥിതി പറഞ്ഞ് മനസ്സിലാക്കി തരൂ. ഇങ്ങനെ പറഞ്ഞു കാണുന്നു. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, എന്ത് ഭൂതക്രിയാവിഹീനസ്യാൽ പ്രേതസ്തു മഹാതോഹ്യഘാൽ പിശാച സൂതികാസ്പർശി രാക്ഷസോ ജീവഹിംസ. പ്രേതങ്ങൾ പ്രസവിച്ച് വീണ കുട്ടികളെ ഭയപ്പെടുത്തും. ചിലപ്പോൾ അവരുടെ ജീവൻ പോവാനുള്ള കാരണമായിത്തീരുന്ന. എന്തുകൊണ്ടാണ് പ്രസൂതിഗൃഹം, പ്രസവ അറ തട്ടിട്ടതായിരിക്കണം, വാതായനങ്ങളൊന്നും തുറന്നിടാൻ പാടില്ല പറയും. എന്താ, കാറ്റായിട്ട് ഭൂതപ്രേത പിശാചുക്കൾ ഉള്ളിൽ വരാൻ പാടില്ല. നിങ്ങൾ പലവരും പറയും പട്ടാമ്പി 18-ാം നൂറ്റാണ്ടിലാണോ? അല്ല, ഞാൻ നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് എൻ്റെ ഒപ്പം എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്താ കാരണം? ഭൂതക്രിയാവിഹീന ഭൂതങ്ങൾ, നിങ്ങളെപ്പോലുള്ള ഭൂതങ്ങൾ, നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല. സ്യാൽ പ്രേതസ്തു മഹതോഹ്യഗാത് പിശാച സൂതികാസ്പർശി രാക്ഷസോ ജീവഹിംസക. വ്യാപാരമൊന്നും ചെയ്യാതിരിക്കുന്നത് ഭൂതം. ഞാനൊരു ഭൂതത്തെ കണ്ടു. നമ്മളിൽ പലവരും ഭൂതങ്ങളാണ്, ഒന്നും ചെയ്യില്ല, മടിയന്മാരായിട്ടിരിക്കും. ആ മടിയന്മാരായിരിക്കുന്ന അവസ്ഥയിൽ ഈശ്വരീയത പ്രാപിക്കണമെന്ന് ഒരു ത്വരിത ഉണ്ടായാണ്ടല്ലോ, അവർ ഭൂതങ്ങളേനൊക്കെ വരച്ച വരയിൽ നിർത്താൻ കഴിവുള്ളവരായിട്ട് മാറും. അപ്പോൾ വ്യാപാരമൊന്നും ചെയ്യാതിരിക്കുന്നത് ഭൂതം, മഹത്തായ ദോഷം ചെയ്യുന്നവ പ്രേതം, പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീയെയും ശിശുവിനെയും തൊട്ട് ഉപദ്രവിക്കുന്നത് പിശാചുക്കൾ. അപ്പോൾ ഭൂതം വേറെ, പ്രേതം വേറെ, പിശാചം വേറെ. ജീവഹിംസ ചെയ്യുന്നത് രാക്ഷസൻ. അപ്പോൾ ഭൂതം, നമ്മളൊക്കെ ഒറ്റയടിക്ക് ഒരേപോലെയാണ്, ഭൂതപ്രേത പിശാചുക്കൾ, അസുരൻ, രാക്ഷസൻ, അങ്ങനെയല്ല. അപ്പോൾ രാക്ഷസൻ എന്ന് പറഞ്ഞാൽ ജീവഹിംസ ചെയ്യുന്നവൻ. കംസൻ രാക്ഷസീയ സ്വഭാവമുള്ളവനാണ്. അതുകൊണ്ടാണ് ദേവകി ദേവി പ്രസവിച്ച 6 കുട്ടികളെ വട്ടക്കല്ലിൽ അടിച്ചു കൊന്നു. രാവണൻ ബ്രാഹ്മണനായിട്ട് ജന്മമെടുത്ത് വിശേഷപ്പെട്ട സാമവേദജ്ഞനായിട്ടും അദ്ദേഹം രാക്ഷസീയ സ്വഭാവമുള്ളവനായി തീർന്നു. അപ്പം നമ്മൾ ഏത് ഉന്നത കുലത്തിൽ ജീവിച്ചിരിക്കുകയാണെങ്കിലും നമ്മുടെ സ്വഭാവം മാറിയാൽ നമ്മുടെ കുലം മാറി. ചണ്ടാളന് ബ്രാഹ്മണനാവാം, ബ്രാഹ്മണന് ചണ്ടാളനാവാം. അതിനാണ് ബ്രാഹ്മണൻ, ക്ഷത്രിയ ബ്രാഹ്മണൻ, വൈശ്യബ്രാഹ്മണൻ, ചണ്ടാള ബ്രാഹ്മണൻ. ഇങ്ങനെ ബ്രാഹ്മണനെ തന്നെ ക്ഷത്രിയനെയും വൈശ്യനെയും ശൂദ്രനെയും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറച്ചുപെറ്റ് പന്തിരകുലത്തിലെ പാക്കനാര് ബ്രാഹ്മണ പാക്കനാരായിരുന്നു, ബ്രാഹ്മണ്യമുള്ള പാക്കനാരാണ്. അതുകൊണ്ടാണ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അരിഞ്ഞ പശുമൊലിയുമായി ചെന്ന് തലേ ദിവസം തൻ്റെ അച്ഛൻ്റെ ശ്രാദ്ധത്തിന് വേണ്ടി പോയതാണ്. ഇതെന്താ ഇത് ചോദിച്ചു. ഇത് വേണം ശ്രാദ്ധത്തിന് എന്ന് പറഞ്ഞു. തുറന്നു നോക്കുമ്പോൾ പശുമൊലിയാണ്. പുറം അങ്കണത്തിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ്. നേരം വെളിച്ചാകുമ്പോഴേക്കും അത് കോഴയ്ക്കായിട്ട് കാച്ചു നിൽക്കണം. എന്ന് പറഞ്ഞാൽ പാക്കനാർ ആരാണ്? ബ്രാഹ്മണ്യമുള്ള പാക്കനാരായിരുന്നു. കാരണം വരരുചിയുടെ മകനാണ്. ജനിച്ചു വളർന്ന സാഹചര്യം വേറെ ആയെന്ന് മാത്രം. അപ്പോൾ ആര് ഏത് സാഹചര്യത്തിൽ വളരണോ ആ സ്വഭാവമായിട്ട് വരും. എൻ്റെ അച്ഛൻ അയ്യറാണെങ്കിൽ എൻ്റെ അമ്മ നായരാണ്. പക്ഷേ എനിക്ക് ബ്രാഹ്മണ ശൂദ്രത കിട്ടിയത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിലുള്ള ബ്രാഹ്മണ്യമാണ് ഞാൻ ഒരു ആചാര്യനായിട്ട് തീരാൻ കാരണം. വേണമെങ്കിൽ ആര്യസമാജത്ത് പോയിട്ട് ഒരു 6 മാസത്തെ കോഴ്സൊക്കെ കഴിഞ്ഞാൽ പൂണൂലിടാം. അത് ആവശ്യമില്ല. കാരണം ഒരാൾ ആരാന്നറിയാൻ വിജ്ഞാനികളുടെ അടുത്ത് സംസാരിച്ചാൽ അവർക്കറിയാം നമ്മൾ ആരാണെന്നുള്ളത്. നമ്മൾ ആര്യസമാജത്ത് പോയി പൂണൂലിട്ടവനാണോ അതപ്പതിച്ചവനാണോ എന്ന് കൂടി പറയും അവർ. അതിനുള്ള ഇട വയ്ക്കണ്ട.
നമ്മുടെ മുടക്കം മുതൽ എന്താ? ഈശ്വരീയത പ്രാപിക്കാനുള്ള ത്വരിത, അതിനുള്ള വഴികൾ ഭഗവാൻ തുറന്നിട്ട് തന്നു, ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട്. പിന്നെന്ത് വേണം? അപ്പോൾ ഇവിടെ ഇത് പറയാൻ കാരണം, ജീവഹിംസ ചെയ്യുന്നവൻ രാക്ഷസൻ, സ്ത്രീയെയും ശിശുവിനെയും തൊട്ട് ഉപദ്രവിക്കുന്ന പിശാച്, മഹത്തായ ദോഷം ചെയ്യുന്നത് പ്രേതം, വ്യാപാരമൊന്നും ചെയ്യാതിരിക്കുന്നത് ഭൂതം. നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഇനി നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ ഭൂതമാണോ, നമ്മൾ ഭക്തനാണോ, അല്ല പ്രേതമാണോ ഒക്കെ നമ്മൾ തീരുമാനിക്കാം. നമുക്ക് തീരുമാനിക്കാം. വേറൊരാളെ നിങ്ങൾ തീരുമാനിക്കരുത്. ദയവ് ചെയ്തിട്ട് പ്ലീസ് അസ്ഥാനത്താവും. അപ്പോൾ ഈ ഗോകർണൻ ഇത് പറഞ്ഞപ്പോൾ ഉടനെ സൂതാവാച, സൂതൻ ശൗനകാദികളോട് പറയാണ്, ഇങ്ങനെയാണ് ഇവരുടെ സംസാരം ഉണ്ടായത്. ഏവം പൃഷ്ടസ്തതാതേന രുരോധോ ഉച്ചൈ പുനഃ പുനഃ അശക്തോ വചനോശ്ചാരേ സംജ്ഞാമാത്രം ചകാരഃ. അല്ലേ? 25-ാം ശ്ലോകം. ഏവം പൃഷ്ടസ്തതാതേന രുരോധോ ഉച്ചൈ പുനഃ പുനഃ, വീണ്ടും വീണ്ടും അപശബ്ദങ്ങളോടുകൂടി കരയാൻ തുടങ്ങി. അശക്തോ വചനോ ഉച്ചാരേ, വചനങ്ങൾ വാക്കുകൾ ഉച്ചരിക്കാൻ അശക്തനായിരുന്നു. സംജ്ഞാമാത്രം ചകാരഃ, ആശയങ്ങൾ മനസ്സിലാക്കിക്കാൻ വേണ്ടി ആംഗ്യം കാണിക്കാൻ തുടങ്ങിയതാണ്. ഒന്നുകൂടി വായിക്കാം. എനിക്ക് ഈ അർത്ഥം, ഞാൻ പറയുന്ന അർത്ഥം എനിക്ക് പറയാനുള്ളൊരു വെമ്പലുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാ. ഏവം പൃഷ്ടസ്തതാതേന രുരോധോ ഉച്ചൈ പുനഃ പുനഃ അശക്തോ വചന ഉച്ചാരേ സംജ്ഞാമാത്രം ചകാരഃ. സൂതൻ എന്താ പറഞ്ഞത്? ഗോകർണനാൽ ഇപ്രകാരം ചോദിക്കപ്പെട്ട ആ പ്രേതം വീണ്ടും വീണ്ടും ഉറക്കെ കരഞ്ഞു. വാക്ക് ഉച്ചരിപ്പാൻ കഴിയാത്തത് കൊണ്ട് സംജ്ഞാമാത്രം കാണിച്ചു, ആംഗ്യം കാണിച്ചു. അപ്പോൾ ഉടനെ ഒരു പ്രമാണം പറയുന്നുണ്ട്. എന്താ? അജ്ഞാതാർത്ഥാതുയാവാണി സംജ്ഞാമാത്രം തതുച്യതേ. ഗോപാലൻ നായർക്ക് വെറുതെ അല്ല പണ്ഡിറ്റ് ഗോപാലൻ നായർ എന്ന് പറയുന്നത്. ഓരോ ശ്ലോകത്തിലും ചുരുങ്ങിയതൊരു ശംകാലം ബഹുഭൂരിപക്ഷം ശ്ലോകങ്ങളിലും ഒരു ആപ്തവാക്യം നമുക്ക് കിട്ടും. അതൊക്കെ വായിച്ച് മനസ്സിലാക്കി അർത്ഥം മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു താതാത്മ്യം പ്രാപിക്കുന്നുണ്ട് സാത്വികനായിട്ട്. അപ്പം എന്താ? അജ്ഞാതാർത്ഥാതുയാവാണി സംജ്ഞാമാത്രം തതുച്യതേ. അർത്ഥം അറിയപ്പെടാതിരിക്കുന്ന വാക്ക് യാതൊന്നോ അതിനെ സംജ്ഞാമാത്രമെന്ന് പറയുന്നു. എന്താണ്? അർത്ഥം അറിയപ്പെടാതിരിക്കുന്ന വാക്ക് യാതൊന്ന്. ഇപ്പോൾ കുട്ടികളുണ്ടല്ലോ, കുട്ടികൾ പല ശബ്ദങ്ങളുണ്ടാക്കും. അതിന് നമ്മൾ പല വ്യാഖ്യാനങ്ങളും, ഇങ്ക് വേണോ, പാച്ചി വേണോ, ഒക്കം വരുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കും. കാരണം എന്താ? അവരുടെ മനസ്സിലുള്ളത് പറയാൻ അവർക്ക് സാധിക്കണില്ല, നമുക്ക് മനസ്സിലാക്കാനും കഴിവില്ല. നമ്മളങ്ങോട്ട് തച്ച് ഏൽപ്പിക്കുകയാണ്. ഞാൻ അടുത്ത നീ കരച്ചിൽ മാറ്റും വാ, അപ്പം കുട്ടി കുറേ കൂടി കരയും. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? അർത്ഥം അറിയപ്പെടാതിരിക്കുന്ന വാക്ക് യാതൊന്നോ അതിനെ സംജ്ഞാമാത്രമെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. അടുത്ത ശ്ലോകം നമ്പർ 26. തതോ അഞ്ജലോ ജലം കൃത്വാ ഗോകർണസ്തം മുദൈരയത് തൽസേകാത് ഗതാപാപോ അസോ പ്രവക്തും ഉപചക്രമേ. തതോ അഞ്ജലോ ജലം കൃത്വാ ഗോകർണസ്തം മുദൈരയത് തൽസേകാത് ഗതപാപോസോ അസോ പ്രവക്തും ഉപചക്രമേ. എന്താണ് അർത്ഥം പറയുക നോക്കാം. ശ്ലോകം 26. അനന്തരം ഗോകർണൻ ജലം കയ്യിലെടുത്ത് ആ പ്രേതത്തെ പ്രോഷണം ചെയ്തു. തൻ്റെ കമണ്ടലൂല് കുറച്ച് ജലമുണ്ട്, അതെടുത്ത് അനന്തരം ഗോകർണൻ ജലം കയ്യിലെടുത്ത് ആ പ്രേതത്തെ പ്രോഷണം ചെയ്തു, തളിച്ചു. പ്രോഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ തളിക്കുക.
ഈ ശ്രാദ്ധത്തിനൊക്കെ പോയാൽ ഇണങ്ങൻ പുണ്യാഹം തളിക്കും, പ്രോഷണം ചെയ്യുക. ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന തീർത്ഥം സേവിക്കുക, എന്നിട്ട് തലയിൽ പ്രോഷണം ചെയ്യുക. പക്ഷേ ഇപ്പോൾ കിണ്ടിയുടെ മുരളുകൊണ്ടൊക്കെയാണ് തീർത്ഥം തരിക. തീർത്ഥം കയ്യിൽ ധാരാളം കിട്ടിയിട്ടില്ലെങ്കിൽ വാങ്ങണവർക്ക് സംതൃപ്തി ഉണ്ടാവില്ല. എന്നാൽ അതൊക്കെ തെറ്റാ. തീർത്ഥം എത്ര ഉണ്ടാവാൻ പാടുള്ളൂ അറിയോ? കയ്യ് ഈ ചൂണ്ടാണി വിരലിങ്ങനെ മടക്കി പിടിക്കണം, ഇങ്ങനെ കാണിക്കുക. ആകെ 3 വിരൽ മുന്നോട്ടും 2 വിരൽ തന്നെ തിരിച്ചിട്ടും ഇങ്ങനെ കുമ്പിളാക്കിയിട്ട് കാണിക്കുക. അപ്പോൾ കുമ്പിളായിട്ട് കാണിക്കുമ്പോൾ ഈ കുഴിയിലെ കയ്യിൻ്റെ ഉള്ളങ്കയിൽ കുഴിയിൽ തീർത്ഥം ഒഴിച്ചാൽ ഒരു ഉഴുന്നമണി മുങ്ങാൻ പാടില്ല എന്നാണ്. അത്രേ പാടുള്ളൂ. കാരണം തീർത്ഥാണത്, അത് നിലത്ത് പെടാൻ പാടില്ല, അത് ചവിട്ടാൻ പാടില്ല. അപ്പോൾ അതിനെ അങ്ങോട്ട് ഉള്ളിലേക്ക് തട്ടുക. നാവ് നനയാനേ പാടുള്ളൂ, ഉള്ളിലേക്ക് ഇറങ്ങാൻ പാടില്ല. നാവിൻ്റെ അറ്റം നനയാം. എന്നിട്ട് ബാക്കിയുള്ളത് തലയിലിങ്ങനെ തേക്കാൻ പാടില്ല. തലയിൽ എന്തുകൊണ്ടാണ് തേക്കാൻ പാടില്ല പറഞ്ഞത്? മുടി കേശം മുഖത്തിൻ്റെ ഭംഗി കൂട്ടണു എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷെ കേശം തൊട്ടാൽ അപ്പോൾ വെള്ളം കഴുകണം, കൈ ശുദ്ധാക്കണം. ഇതിപ്പോൾ എത്ര ഹിന്ദുക്കൾക്കറിയാം? ഹിന്ദുക്കളെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ബ്രാഹ്മണരെന്നോ വൈശ്യരെന്നോ ശൂദ്രനെന്നോ ഞാൻ പറഞ്ഞില്ല. ഈ ഒരു ടെക്നിക്കാലിറ്റി നിങ്ങളിൽ എത്ര പേർക്ക് അറിയാം? അപ്പോൾ എന്ത് ചെയ്യാം? ഇത് ഉള്ളിലേക്ക് ഇങ്ങോട്ട് ആക്കി തലയിലേക്ക് ഇങ്ങോട്ട് തട്ടാനേ പാടുള്ളൂ. പിന്നെ തുടച്ചോളാം, സാരി തുമ്പിലോ മുണ്ടിൻ്റെ തുമ്പുമ്പിലോ. ഇത് വെള്ളം കുടിക്കണ കൂട്ടത്തിൽ കുടിക്കാനുള്ളതല്ല തീർത്ഥം. ഇത്രയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? അതെ, അനന്തരം ഗോകർണൻ ജലം കയ്യിലെടുത്ത് ആ പ്രേതത്തെ പ്രോഷണം ചെയ്തു. ആ ജലസ്പർശനം ഹേതുവായിട്ട് പാപം നശിച്ച ആ പ്രേതം പറവാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങിയതാണ്. ആംഗ്യം മാത്രം കാണിച്ച് പരവശത അനുഭവിക്കുന്ന ആ പ്രേതം സംസാരിക്കാൻ തുടങ്ങി. എന്താ ഉണ്ടായുള്ളൂ? ഭാഗവത ഭക്തനായ ഗോകർണൻ, അങ്ങനെ പറഞ്ഞാൽ മതി. ഭാഗവത ഭക്തനായ ഗോകർണൻ അച്ഛൻ്റെ അനുഗ്രഹാശിസ്സുകൾ വാങ്ങിയിട്ടുള്ളവൻ. അമ്മടേന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം എന്താ? ആ ദുന്ദുകാരിക്ക് ഗോകർണനോട് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഞാൻ വെറുതെ സംസാരിക്കില്ല, ആവശ്യത്തിനേ സംസാരിക്കുന്നുള്ളൂ. അപ്പം അച്ഛനെ ഹിമാലയ പർവ്വതത്തിൽ എവറസ്റ്റ് കൊടുമുടിയേക്കാളും വലുതായിട്ട് കണക്കാക്കുന്ന ആളാണ് ആരേ? ഗോകർണൻ. അപ്പോൾ അമ്മ അബദ്ധസഞ്ചാരിയാണെങ്കിലും അമ്മയെ നമ്മൾ നിന്ദിക്കാനും പാടില്ല. അമ്മേനെ ദൈവിക പരിവേഷത്തിൽ കാണേണ്ടത് മക്കളുടെ ഉചിതമായ ആവശ്യമാണ്. അതുകൊണ്ടാണ് അച്ഛനെ അങ്ങേയറ്റം, അച്ഛന് മോക്ഷം കൊടുക്കാൻ കൂടി താല്പര്യമുള്ള ആളാണ്. അത്ര, കാരണം ഭക്തനും ഭഗവാനും വ്യത്യാസമില്ല എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് തന്നിൽ കവിഞ്ഞൊരു ദൈവമില്ല എന്നുള്ളൊരവസ്ഥ വരുമ്പോഴാണ് ഈ മുമുക്ഷുത്വം ഉണ്ടാവുന്നത്. മുമുക്ഷുത്വം പ്രാപിക്കാം, അത് ഈശ്വരൻ്റെ വരദാനാണ്. ഇനി അപ്പോൾ അത് കാരണം പാപം നശിച്ചു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ആ പ്രേതം പറവാൻ തുടങ്ങി. എന്താ പറഞ്ഞത്? 27. അഹം ഭ്രാതാ ത്വദ്വിതീയോ അസ്മി ദ്വന്ദ്വകാരീതി നാമതാ സ്വകീയേണൈവ ദോഷേണ ബ്രഹ്മത്വം നാശിതം മയാ. നശിച്ചു. ബ്രഹ്മത്വം നശിച്ചു എന്നാണ് പറഞ്ഞത്. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നതിന് പകരം എൻ്റെ ബ്രഹ്മത്വം നശിച്ചു. എങ്ങനെ? സ്വകീയേനൈവ ദോഷേണ, എൻ്റെ സ്വന്തം ദോഷഫലം കൊണ്ട്. ഞാനൊരു ദോഷിയായിപ്പോയി. ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ വെറുതെ പറയാണോ അഹം ബ്രഹ്മാസ്മി, ബ്രഹ്മത്വം പ്രാപിക്കണം? അല്ല, ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് സംസാരിക്കണം. അത് നിങ്ങളെ അടിച്ചേൽപ്പിക്കുന്നതിന് പകരം സന്ദർഭോചിതമായ വാക്കുകൾ വരുമ്പോൾ ഞാൻ അതിൽ കയറി പിടിക്കണമെന്ന് മാത്രം. അപ്പോൾ ഇവിടെ ബ്രഹ്മത്വം നാശിതം മയാ
എൻ്റെ ബ്രഹ്മത്വം നമ്മളാണ് നശിപ്പിക്കുന്നത്. വി ആർ ബ്രഹ്മംസ്. ബ്രഹ്മാനുഭൂതി അനുഭവിക്കാൻ ആനന്ദപരവശതയിലിരിക്കേണ്ട ആൾക്കാരാണ് നമ്മൾ. പക്ഷേ സുഖദുഃഖങ്ങളാകുന്ന ദ്വന്ദ്വത്തിൽ നമ്മൾ സമയം കളയണം. ഇന്ന് സുഖം, നാളെ സുഖം, നാളെ ദുഃഖം, മറ്റന്നാൾ സുഖം പറഞ്ഞ മാതിരി. അപ്പോൾ ഇവിടെ അനന്തരം ഗോകർണൻ ജലം കയ്യിലെടുത്ത് ആ പ്രേതത്തെ പ്രോഷണം ചെയ്തു. ആ ജലസ്പർശനം ഹേതുവായിട്ട് പാപം നശിച്ചു പ്രേതം പറവാൻ തുടങ്ങി. അതാണിപ്പോൾ നമ്മൾ പറഞ്ഞത്. അഹം ഭ്രാത, ഞാൻ തൻ്റെ സഹോദരനാണ്. ത്വദീയോസ്മി ദുന്ദുകാരീതിനാമതാം, അങ്ങ് എൻ്റെ അനിയനാണ് അല്ലേ, 3 മാസത്തിനോട്ടെ. അപ്പോൾ ദ്വിതീയോസ്മി ദുന്ദുകാരീതിനാമത, ദുന്ദുകാരി എന്നുള്ള പേരോട് കൂടിയിട്ടുള്ള സഹോദരനാണ് ഞാൻ. സ്വകീയേനേവ ദോഷേണ, എൻ്റെ സ്വന്തം കർമ്മഫലം കൊണ്ട് ബ്രഹ്മത്വം നാശിതം മയ. അപ്പോൾ പ്രേതം പറഞ്ഞു, ഞാൻ എൻ്റെ സഹോദരനായ ദുന്ദുകാരിയാകുന്നു. എൻ്റെ സ്വന്തം ദോഷത്താൽ തന്നെ ബ്രാഹ്മണ്യം നശിപ്പിക്കപ്പെട്ടു. നമ്മൾക്കൊക്കെ ബാധകമാണ്. ഇറസ്പെക്റ്റീവ് ഓഫ് ഇൻ വിച്ച് കുലം നമ്മൾ ജനിച്ചു, അത് ബാധകമല്ല. ജന്മനാ ജായതേ ശൂദ്ര, കർമ്മണ ജായതേ ബ്രാഹ്മണ. ജനിക്കുമ്പോൾ എല്ലാവരും ശൂദ്രന്മാരാണ്. കർമ്മം കൊണ്ടാണ് ആരാവണത്? ബ്രാഹ്മണ്യമുള്ളവനാവണത്. ബ്രാഹ്മണനാവല്ല, ബ്രാഹ്മണ്യമുള്ളവനാവണം. ബ്രഹ്മാനുഭൂതിയുള്ളവൻ ബ്രാഹ്മണൻ എന്നർത്ഥം പറയണം. അപ്പോൾ ഞാൻ എൻ്റെ സഹോദരനായി ദുന്ദുകാരിയാകുന്നു. എൻ്റെ സ്വന്തം ദോഷത്താൽ തന്നെ ബ്രാഹ്മണ്യം നശിപ്പിക്കപ്പെട്ടു. ഇനി അതിനെ ചില എന്താണെന്നാ പറയുക, മാനദണ്ഡങ്ങളൊക്കെ പറഞ്ഞ് ആഖ്യാനകാരൻ സ്ഥാപിക്കുകയാണ്. ഒരുവൻ മനുഷ്യ സ്ത്രീയിൽ നിന്ന് ജനിച്ചവൻ, അല്ലേ? ഞാനും നിങ്ങളും, ഞാനാണും നിങ്ങൾ പെണ്ണാണോ, അത് അവിടെ നിൽക്കട്ടെ. ആണും പെണ്ണുമായിട്ട്, ആണും അല്ലേ, പുരുഷനും സ്ത്രീയായിട്ടുള്ളവർ 2 കൂട്ടരും ഒരു സ്ത്രീ പ്രസവിച്ചുണ്ടായിട്ടുള്ളതാണ് മനുഷ്യൻ എന്നുള്ള നിലയിൽ. മറ്റൊരുവൻ ഗോവിൽ നിന്ന് ജനിച്ചവൻ. അതായത് ഇവിടെ 2 ആൾക്കാരുണ്ട്. ആരെ? ഒന്ന് ദുന്ദുകാരി, ഒന്ന് ഗോകർണൻ. ഈ ആദ്യത്തെ ദുന്ദുകാരി എന്ന് പറഞ്ഞത് ദുന്ദുലിയുടെ അനിയത്തി പ്രസവിച്ചുണ്ടായിട്ടുള്ള കുട്ടിയാണ്. എന്നിട്ട് എൻ്റെ കുട്ടി മരിച്ചു പറഞ്ഞിട്ട് ഏട്ടത്തിൻ്റെ കുട്ടിയാണ് ഇതെന്ന് പരസ്യപ്പെടുത്തി. ഗോകർണനാകട്ടെ പശു പ്രസവിച്ചുണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഒരുവൻ മനുഷ്യ സ്ത്രീയിൽ നിന്ന് ജനിച്ചവൻ, മറ്റൊരുവൻ പശുവിൽ നിന്ന് ജനിച്ചവൻ. ഇവർക്ക് തമ്മിലെങ്ങനെ സാഹോദര്യമെന്ന് ശങ്കിക്കേണ്ട. അതിനൊരു ആപ്തവാക്യം പറയാണ്. ഞാനൊക്കെ നിങ്ങളെ സഹോദരന്മാരെ എന്ന് സല്യൂട്ടേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ രാശിപ്പണിക്കലിൽ പെട്ട ആളാണല്ലോ, അല്ലെങ്കിൽ ആണല്ലോ, ഞാൻ വേറെ സമുദായത്തിൽ പെട്ട ആളാണല്ലോ. ആയിക്കോട്ടെ, ഈ പ്രമാണം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ പ്രമാണം? സബന്ധുര്യോ ഹിതേയുക്ത സപിതായശ്ച പോഷക തന്മിത്രം യത്ര വിശ്വാസ സദേശോ യത്ര ജീവ്യത്തെ. അതിനർത്ഥം പറയാം, പ്രമാണം ഒന്നുകൂടി പറയാം. സബന്ധുര്യോ ഹിതേയുക്ത സപിതായശ്ച പോഷക തന്മിത്രം യത്ര വിശ്വാസ സദേശോ യത്ര ജീവ്യത്തെ. എന്താ അതിനർത്ഥം? ഏതൊരുവൻ, ഇത് ശ്ലോകം ഭാഗവതത്തിലെ ശ്ലോകമല്ല, ഇത് ഒരു പ്രമാണം വേദത്തിൽ നിന്നും ഉപനിഷത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ പറഞ്ഞു, ഏതൊരുവൻ ഹിതകാരിയോ അവൻ ബന്ധു. അപ്പോൾ ബന്ധു എന്നുള്ള നിർവചനം എന്താ? ആരാണ് ഹിതകാരി? നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നവൻ ആര്? ഹിതം. ആ ഹിതകാരി. അപ്പോൾ ആരാണോ ഹിതകാരി അവൻ ബന്ധു. ഒരുവൻ ഹിതകാരിയോ അവൻ ബന്ധു. ഏതൊരുവൻ വളർത്തുന്നുവോ അവൻ പിതാവ്. നമ്മളെ വളർത്തുന്നത് ആരാ? ജന്മം തന്ന അച്ഛനല്ല. അവൻ ആരാണ് വളർത്തുന്നത്? അന്നം തന്നിട്ടും ഭയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടും ജ്ഞാനം തന്ന് വിദ്യ തന്ന് വളർത്തുന്ന അവരൊക്കെ അച്ഛനാണ്. അപ്പോൾ ഏതൊരുവൻ വളർത്തുന്നുവോ അവൻ പിതാവ്. ആരിൽ വിശ്വസിക്കുന്നുവോ അവൻ മിത്രം. ആരിൽ വിശ്വസിക്കുന്നതാണ്. അയാൾ ഇങ്ങോട്ട് വിശ്വസിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതല്ല. ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു, അപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ മിത്രമാണ്. നിങ്ങൾ എന്നെ കണ്ടിട്ടില്ല, ഞാൻ നിങ്ങളെയും കണ്ടിട്ടില്ല.
ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കണമുണ്ടോ എനിക്കറിയേണ്ട ആവശ്യമില്ല. ഞാൻ ഈ ഫോൺ നോക്കി ചിരിക്കണോ സംസാരിക്കണോ അത്രമാത്രം. പക്ഷേ നിങ്ങൾ ലെറ്റ് ഇറ്റ് ബി തുളസി ദളം ഗ്രൂപ്പുകാരാണ് ഇതിന് മുൻകൈ എടുത്തതെങ്കിൽ കൂടി പരശതം പരസഹസ്രം നൂറുകണക്കിനും ആയിരക്കണക്കിനും ഈശ്വരഭക്തി ഉള്ളവർ എൻ്റെ മുമ്പിലുണ്ട് എന്നുള്ള താല്പര്യത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ മൺതരികളും എല്ലാ വൃക്ഷലതാദികളിലുള്ള ഇലകളും പൂക്കളും കായ്കളും എന്നെ സംബന്ധിച്ചിടത്തോളം വിഷ്ണു ഭക്തരാണ്. ഇതാണ് എൻ്റെ അറിവ്. ആ അറിവ് വെച്ചിട്ടാണ് ഞാൻ ആനന്ദിക്കുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് എന്ത് വരുമാനം കിട്ടുന്നു എനിക്ക് പ്രശ്നമല്ല. ഒന്നുമില്ലാത്ത എന്നെ ഭഗവാൻ ഈ നിലയ്ക്ക് എത്തിച്ചുല്ലോ. ആ ഭഗവാൻ എന്നെ ബാക്കി സൃഷ്ടകാലം ബോണസാണ് എൻ്റെയൊക്കെ, അതങ്ങനെ പോവും. അപ്പം ഞാൻ സത്യത്തിൽ ശരിയായ രീതിയിൽ നിഷ്കാമകർമ്മ ചെയ്യണത്, ഒന്നും കാമിച്ചിട്ടല്ല. ഇറ്റ് ഈസ് മൈ ബൗണ്ടൻ ഡ്യൂട്ടി. എൻ്റെ കടമയാണ്, എൻ്റെ കടപ്പാടാണ്. ഈശ്വരൻ ആണ് ഇങ്ങനെ ഒരു നിയോഗം എനിക്ക് വെച്ച് നീട്ടിയത്. അത് ഞാൻ സുസ്ഥിരമായ രീതിയിൽ എത്താൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് മാത്രം. അപ്പോൾ ആരിൽ വിശ്വാസം ഇരിക്കുന്നുവോ അവൻ മിത്രം. ഏതു ദിക്കിൽ ജീവിക്കുന്നുവോ അതുതന്നെ ദേശം. നമ്മൾ എവിടെയാണ് താമസിക്കണത് അത് നമ്മുടെ ദേശം, ജനിച്ച സ്ഥലം മാത്രമല്ല. ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് ഈശ്വരൻ ഇപ്പോൾ എന്നിലുള്ള ചൈതന്യം ഈ പറഞ്ഞ പാരാമീറ്റേഴ്സ് വെച്ച് നോക്കുമ്പോൾ 40 വർഷം ബോംബെയിൽ ആരൊക്കെയാണ് എനിക്ക് അന്നം തന്നിട്ടുള്ളത്, ആരൊക്കെയാണ് എനിക്ക് കാപ്പി തന്നിട്ടുള്ളത്? പഷ്ണി കിടന്നിട്ടില്ല. അപ്പോൾ അവരേനൊക്കെ ഞാൻ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. അവരെ ഞാൻ ഇനി കണ്ടിട്ടില്ലെങ്കിൽ കൂടി. അതുകൊണ്ടാണ് എന്ന പ്രമാണപ്രകാരം ഗോകർണൻ ദുന്ദുകാരിയുടെ ഹിതചിന്തകനാകാൻ, ഫോർഗെറ്റ് ഔട്ട് ദി പാസ്റ്റ്. തൻ്റെ അച്ഛനോട്, അല്ലെങ്കിൽ പശുവിൻ്റെ ഉടമസ്ഥനാരായിരുന്നു? ആത്മദേവൻ എന്നുള്ള ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹത്തിനെ അച്ഛാന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ ഗോകർണൻ്റെ മാനസികാവസ്ഥ എത്ര ഹൈയസ്റ്റ് ലെവലായിരിക്കണം? അപ്പോൾ ഇവിടെ ഹിതചിന്തകനാകയാൽ കഴിഞ്ഞു പോയതൊക്കെ പോയി. ഇപ്പോൾ ദുന്ദുകാരിക്ക് ദുന്ദുകാരിയുടെ ഹിതചിന്തനം ചെയ്യുമ്പോൾ ഗോകർണൻ ദുന്ദുകാരിയുടെ സാഹോദര്യമിരിക്കുന്നു. ഇതാണ് ഭാഗവതം. എൻ്റെ ഡിയർ ഫ്രണ്ട്സ്, ഭാഗവതം എന്ന് പറഞ്ഞാൽ ഭഗവാനെ പറ്റി പറഞ്ഞതും ഭഗവാനാൽ പറഞ്ഞതും. ഇതിപ്പം മഹാത്മ്യം നിങ്ങൾ കേൾക്കണത്. ഇനി ഇവിടുന്ന് ഇതിപ്പോൾ 5ാമത്തേലേക്ക് എത്തിയിട്ടുള്ളൂ. ഇനിയൊരു അധ്യായം കൂടിയുണ്ട് മഹാത്മ്യം. അത് കഴിഞ്ഞിട്ട് തുടങ്ങുകയാണ് ഭാഗവതം. 14,000 ചില്ലാൻ ശ്ലോകങ്ങൾ. ബി പ്രിപ്പയർഡ് ടു ഹിയർ ഇറ്റ്. നിങ്ങളുടെ ഗട്ട്സ് കാണിക്കണം. അറ്റ്ലീസ്റ്റ് എത്ര ആളിത് കേൾക്കണമെന്ന് പറയാൻ നിങ്ങൾക്കൊരു ബാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇത് കേൾക്കുന്നവരെ. തുളസീദളം ഗ്രൂപ്പ് മാത്രമല്ല, ആരൊക്കെ ഈ പ്രഭാഷണങ്ങൾ കേൾക്കണോ, യെസ് ഐ ആം സോയൻസോ ഫ്രം സോയൻസോ, ഞാൻ ഇന്ന ആളാണ്, ഇന്ന സ്ഥലത്താണ്, ഞാൻ ഇന്നത് ചെയ്യണു. അപ്പോഴാണ് ഭാഗവത ഭക്തദാസൻ എന്ന് പറയുന്ന എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളായി നിങ്ങൾ തീരണം. അങ്ങനെയാണ് എൻ്റെ വിവക്ഷ. അപ്പോൾ 28ാമത്തെ ശ്ലോകം നോക്കുക. കർമ്മണോ നാസ്തി സംഖ്യാ മേ മഹാജ്ഞാനേ വിവർത്തിന ലോകാനാം ഹിംസക സ അഹം സ്ത്രീഭിർദുഃഖേന മാരിത. 28ാമത്തെ ശ്ലോകം ഒന്നുകൂടി പറയാം. കർമ്മണോ നാസ്തി സംഖ്യാ മേ മഹാജ്ഞാനേ വിവർത്തിന ലോകാനാം. അവിടെ ചെറിയൊരു അബദ്ധം എൻ്റെ അടുത്ത് പറ്റിയിട്ടുണ്ട്. അജ്ഞാനേ വിവർത്തിന എന്ന് തന്നെ വായിക്കണം. അജ്ഞാനെ, മഹത്തായ അജ്ഞാനം കൊണ്ട്
കർമ്മണോ നാസ്തി സംഖ്യാ മേ മഹ അജ്ഞാനേ വിവർത്തിന ലോകാനാം ഹിംസക സ അഹം സ്ത്രീഭിർദുഃഖേന മാരിതാം. മഹത്തായ അജ്ഞാനത്തിൽ ജീവകാലം കഴിച്ചുകൊണ്ടിരുന്ന ഞാൻ. ആര്? ദുന്ദുകാരി പറയാണ്. പ്രേതം പറഞ്ഞു എന്ന് തന്നെ അവിടെ പറഞ്ഞത്. പ്രേതം പറഞ്ഞു. പ്രേതം ഉവാച. എന്ത്? മഹത്തായ അജ്ഞാനത്തിൽ ജീവകാലം കഴിച്ചുകൊണ്ടിരുന്ന ഞാൻ ചെയ്ത ദുഷ്കർമ്മങ്ങൾക്ക് സംഖ്യയില്ല, എന്നെ തീരില്ല. ലോകങ്ങളെ ഹിംസിക്കുന്നവനായിരുന്ന എന്നെ വേശ്യാസ്ത്രീകൾ എത്രയും ക്ലേശിപ്പിച്ചു വധിച്ചു. അവർ 5 ആളും കൂടിയിട്ട് എന്നെ വധിക്കാൻ വളരെയധികം ക്ലേശിച്ചു എന്നാണ് പറഞ്ഞത്. കാരണം ഞാൻ അത്രയും കഠോരഹൃദയനും പാപിഷ്ഠനുമായിരുന്നു. അങ്ങ് ഇപ്പോഴും എന്നെ സഹോദര എന്ന് വിചാരിക്കുന്നു. ഹാറ്റ്സ് ഓഫ് ടു യു. അതാണ് ഭാഗവതം. നമ്മൾക്ക് ദോഷം ചെയ്യുന്നവരെ കൂടി പിടിച്ച് ഉയർത്താനുള്ള മാനസിക അവസ്ഥ എവിടേക്കാണ് ഉയർത്താൻ? മുമുക്ഷത്തിലേക്ക് ഉയർത്താനുള്ള എൻ്റെ ധൈര്യം അതാണ്. കേൾക്കുന്നവരേനൊക്കെ മാനസിക ഉല്ലാസം ഉണ്ടാക്കുക. ആനന്ദം, പരമാനന്ദം, സച്ചിദാനന്ദം, ചിന്മയാനന്ദം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മഹത്തായ അജ്ഞാനത്തിൽ ജീവകാലം കഴിച്ചു കൊണ്ടിരുന്ന ഞാൻ ചെയ്ത ദുഷ്കർമ്മങ്ങൾക്ക് സംഖ്യയില്ല. ലോകങ്ങളെ ഹിംസിക്കുന്നവനായിരുന്ന എന്നെ വേശ്യാസ്ത്രീകൾ എത്രയും ക്ലേശിപ്പിച്ചു വധിച്ചു. എൻ്റെ ഭാര്യമാരെന്ന് കൂടി പറഞ്ഞില്ല അല്ലേ? 29-ാം ശ്ലോകം. അത പ്രേതത്വമാപന്നോ ദുർദശാം ച വഹാമ്യഹം വാദാഹാരേണ ജീവാമി ദൈവാധീന ഫലോദയാത്. എന്താ ശ്ലോകം? അത പ്രേതത്വമാപന്നോ ദുർദശാം ച വഹാമ്യഹം വാദാഹാരേണ ജീവാമി ദൈവാധീന ഫലോദയാത്. ഞാൻ ഈ പ്രേതമായാൽ കാറ്റാണ് നശിക്കുക. അതാണ് എനിക്ക് കാറ്റിൻ്റെ രൂപം. പ്രേതങ്ങൾക്ക് കാറ്റിൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ അല്ലേ, കഴിക്കണത് വാതാഹാരമാണ്. അതുകൊണ്ട് പ്രേതഭാവത്തെ പ്രാപിച്ച് ഞാൻ ഈ കഷ്ടാവസ്ഥയെ അനുഭവിക്കുന്നു. എനിക്ക് ഭക്ഷണം കാറ്റാകുന്നു. ജന്മാന്തര കർമ്മത്തെ അനുസരിച്ചുള്ള ഫലം ലഭിക്കാതിരിക്കയില്ലല്ലോ. ഈ പ്രേതം പറഞ്ഞതെങ്കിലും നമ്മൾ കേൾക്കണ്ടേ? ഭഗവാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ വേണ്ട. ഈ പ്രേതം അതിൻ്റെ അനുഭവമല്ലേ പറഞ്ഞത്? ഞാനും എൻ്റെ അനുഭവങ്ങളല്ലേ നിങ്ങളുടെ മുമ്പിൽ നിരത്തണത്. ചിലവർക്കൊരു മുഷ്കിലുണ്ടാവും, എന്തിനാ പട്ടാമി ഈ കുടുംബകാര്യങ്ങളൊക്കെ പറഞ്ഞത്? നിങ്ങൾക്ക് തെറ്റുപറ്റിയും. എല്ലാവരും അവരവരുടെ മനസ്സ് തുറക്കുകയാണ്. അപ്പോൾ ഇവിടെ പ്രേതം പറയണു, ഞാൻ ചെയ്തത് അപലപനീയമാണ്. അങ്ങ് എന്നെ സഹോദരാന്ന് വിളിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്നെ ഈ അവസ്ഥയിൽ നിന്നൊന്ന് രക്ഷിക്കൂ. ഇതാണ് ഇതിൻ്റെ നാരായ പേര്. അപ്പോൾ അതുകൊണ്ട് പ്രേതഭാവത്തെ പ്രാപിച്ച് ഞാൻ ഈ കഷ്ടാവസ്ഥയെ അനുഭവിക്കുന്നു. എനിക്ക് ഭക്ഷണം കാറ്റാകുന്നു. ജന്മാന്തര കർമ്മത്തെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നമ്മുടെ പലവരും പറയും നമ്മളോട്. അവർ സ്വയം പറയും, കാര്യമായില്ല. എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ വേറെ വല്ലവരല്ല, ഞാൻ തന്നെയാണ്. എൻ്റെ ദോഷങ്ങൾ, ആ ദോഷങ്ങളിൽ നിന്ന് ഉൽപ്പന്നമാവുന്ന ഫലങ്ങൾ ആണ് എൻ്റെ കർമ്മഫലങ്ങൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സദാസേവ്യ ഭാഗവതം. ഏത് തരത്തിലും ഭാഗവതത്തിനെ സേവിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരും. അപ്പോൾ ഇവിടെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഭക്ഷണം കാറ്റാകുന്നു. ജന്മാന്തര കർമ്മത്തെ അനുസരിച്ചുള്ള ഫലം ലഭിക്കാതിരിക്കില്ലല്ലോ. അടുത്ത ശ്ലോകം 30. അഹോ ബന്ധോ കൃപാസിന്ധു. നോക്കൂ, എന്നെ രക്ഷിക്കണം എന്നുള്ള രീതിയിൽ എൻ്റെ മേൽ വെള്ളം കുടഞ്ഞ് എനിക്ക് എൻ്റെ പാപങ്ങൾ മാറ്റി എനിക്ക് ആംഗ്യം കാണിക്കുന്നതിൽ നിന്ന് വാക്കുകളെ കൊണ്ട് ഞാൻ ആരാണ്, എൻ്റെ അവസ്ഥ എന്താണെന്ന് പറയിപ്പിച്ചല്ലോ അങ്ങ്. അപ്പം അങ്ങ് ആരായി? എൻ്റെ ഹിതകാരിയായി, എൻ്റെ ബന്ധുവായി. ഇതാ. അപ്പോൾ ബന്ധം വേണമെന്നില്ല ബന്ധുത്വത്തിന്. അപ്പോൾ നമ്മൾ ഗുഡ് മോർണിംഗ് പറയുമ്പോൾ എന്താ എഴുതണത്? ഗുഡ് നൈറ്റ് പറയുമ്പോൾ എന്താ ചെയ്യണത്? നല്ലൊരു പുലരിക്കായിട്ട്. പക്ഷേ ഈ ഗുഡ് നൈറ്റ് എന്ന് പറയാം, സ്വീറ്റ് ഡ്രീംസ് എന്ന് പറയരുത്.
അത് ഞാൻ ഭാഗവതത്തിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കുത്തിക്കേറ്റട്ടെ. ഗുഡ് ഡ്രീംസ്, ഹാപ്പി എന്നും പറയരുത്, സ്വീറ്റ് ഡ്രീംസ് എന്ന് പറയരുത്. കാരണം സനാതനധർമ്മത്തിൽ സ്വപ്നം എന്നുള്ളത് ഒരു അപകടാവസ്ഥയാണ്. സ്വപ്നം എപ്പോഴാണ് ഉണ്ടാവുന്നത്? ശരീരം നല്ല സുഷുപ്തി സ്വീകരിക്കുന്നതിൻ്റെ മുമ്പുള്ള അവസ്ഥയാണ് സ്വപ്നം. കഴിഞ്ഞു പോയതോ വരാൻ പോകുന്നതോ ഇച്ഛാഭംഗത്തിൽ നിന്നോ ഇച്ഛ കൊണ്ടോ ഇച്ഛാലാളിത്യം കൊണ്ടോ ഒക്കെയാണ് സ്വപ്നം സംഭവിക്കുക. അത് ഏത് കാലത്തേന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ അനുഭവിക്കാത്ത, കണ്ട് പരിചയമില്ലാത്ത സ്ഥലങ്ങൾ കൂടി ആളുകൾ കൂടി നമ്മുടെ കഥാപാത്രമായിട്ട് വരും സ്വപ്നത്തിൽ. അപ്പോൾ ഉറക്കത്തിലുള്ള സ്വപ്നമല്ല യഥാർത്ഥ. പിന്നെന്താ? ഉണർന്നിരിക്കുമ്പോൾ സ്വപ്നം കാണണം. എന്നാൽ അത് കാസിൽസ് ഇൻ ദി എയർ ആണോ? അല്ല. അത് ആ ട്രാൻസ്ലേഷൻ നോക്കുമ്പോൾ കാറ്റത്ത് അല്ല, കാസിൽ ദി എയർ, ആകാശത്ത് ചീട്ടുകൂപ്പുരുണ്ടാക്കിയാൽ നിൽക്കുമോ? ഇല്ല. അപ്പോൾ അവരവരുടെ തോളിനുള്ള ബലം എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം തലയിൽ കനം വയ്ക്കാൻ. അപ്പോൾ ഈ ഷോൾഡർ സ്ട്രോങ് ആയാൽ തലയിൽ ജാസ്തി സ്ഥലം വയ്ക്കാം, സാധനങ്ങൾ വയ്ക്കാം. അപ്പോൾ ഇത് പരീക്ഷിക്കുക എങ്ങനെ? അവരവരുടെ ഷോൾഡറിന് എത്ര ഗട്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ സഹനശീലം എത്രയുണ്ട് എന്നർത്ഥം. സഹനശീലം എത്രയുണ്ട്, എന്തും ഏതും സഹിക്കാനുള്ള കഴിവുണ്ടോ, നമ്മൾ രക്ഷപ്പെട്ടു. അല്ല, എനിക്ക് ദുഃഖം സഹിക്കാൻ പറ്റില്ല, സോറി. നമ്മുടെ സ്വന്തം കർമ്മഫലങ്ങളുടെ ഭാഗവാക്കായിട്ട് വരുന്ന അസുഖകരമായ ദുഃഖാവസ്ഥയെ ഈശ്വരൻ്റെ വരദാനമാണ് എന്ന് മനസ്സിലാക്കി അത് അനുഭവിക്കാൻ നമ്മൾ തയ്യാറാവണം. ഇല്ലെങ്കിലോ വി വിൽ ബി നോവർ, നമ്മൾ എവിടെ എത്തില്ല. സഞ്ചിത പ്രാരബ്ധ കർമ്മങ്ങൾ അനുഭവിച്ച് തീരണം. അത് വഴിപാട് കൊണ്ട് ഒരു ദേവീ ദേവനും എടുക്കില്ല. ശരിക്കും പറഞ്ഞാൽ വേദാന്തത്തിൽ ദേവീ ദേവന്മാർ മനുഷ്യൻ്റെ കഫം തിന്നുന്നവരാണെന്ന് ആഖ്യാനം പറയും. എന്താ കാരണം? മനുഷ്യന്മാരെ ഭയപ്പെടുത്തിയും കൊണ്ട് ആ കർമ്മം ഈ കർമ്മം ചെയ്യിപ്പിച്ച് അവർക്ക് ദേവലോകത്ത് അന്നം മുട്ടുമ്പോഴാണ് ഭക്തന്മാരിൽ നിന്നുള്ള അന്നത്തിന് വേണ്ടിയിട്ട് അവർ കേഴുന്നൊക്കെയാണ് പറയുക. പിന്നെ ദേവന്മാർക്ക് ഉറക്കില്ല, പക്ഷെ നമ്മൾ ഉറക്കുപാട്ട് പാടുന്നത് നമ്മൾക്ക് സുഖമായി പോയി ഉറങ്ങാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കുകയാണ് ഉറക്കുപാട്ട്. അയ്യപ്പനെ പാടി ഉറക്കുക. അതിന് കുറച്ചുകൂടി പറയാം. ഒരു ക്ഷേത്രത്തിൽ ഒരു ബിംബം പ്രതിഷ്ഠിക്കുമ്പോൾ കല്ലാശാരി, കൊത്തുപണിക്കാരൻ ബിംബം കൊണ്ടുവന്ന് ക്ഷേത്രത്തിൻ്റെ യജമാനനാണ് കൈമാറ്റം ചെയ്യുക. യജമാനൻ എന്ന് പറഞ്ഞാൽ ഒരാളിന് കൈമാറ്റം. അപ്പോൾ അയാൾ വെറ്റില അടയ്ക്ക ദക്ഷിണയൊക്കെ കൊടുക്കും, പിന്നെ ഓണപ്പടിയും കൊടുക്കും. പിന്നെ ഈ ഊരാളനാണ് ഈ വിഗ്രഹത്തിനെ തന്ത്രിക്ക് ഹാൻഡ് ഓവർ ചെയ്യുക. തന്ത്രി അത് സ്വീകരിക്കും. തന്ത്രി സ്വീകരിച്ചതിൻ്റെ ശേഷം ഈ ജലവാസം ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അതിന് ശുദ്ധി വരുത്തിയതിൻ്റെ ശേഷം ഒരു അലക്കല്ല കോടിമുണ്ടോണ്ട് മല്ലുമുണ്ടോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മൂടി പുതയ്ക്കും. ആരേനെ? വിഗ്രഹവും തന്ത്രിയും കൂടിയിട്ട് മുണ്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് കണ്ണ് എഴുതുക, കണ്ണ് തുറപ്പിക്കുക പറഞ്ഞിട്ടൊരു സംജ്ഞയുണ്ട്. അതിനൊരു സ്വർണത്തിൻ്റെ ആണിയോ സ്വർണ്ണ കമ്പി, ആ കമ്പി കൊണ്ടാണ് കണ്ണ് തുറപ്പിക്കുക. അത് ചെയ്യാനുള്ള അധികാരം ആർക്കില്ല? കല്ലാശാരിക്കില്ല. അത് തുറന്നാൽ അടയ്ക്കണ പരിപാടി ദേവന്മാർക്കില്ല. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ മോഡ് ഓഫ് കോണ്ടക്റ്റിലേക്ക് വരിക. എന്നിലുള്ള ചൈതന്യം ബ്രഹ്മാണ്, നിങ്ങളുടെ ഉള്ളിലുള്ള ചൈതന്യം ബ്രഹ്മാണ്. ഞാൻ ഈ പ്രഭാഷണം തുടങ്ങിയ ദിവസം മുതൽക്ക് ചുരുങ്ങിയതൊരു 10 പ്രാവശ്യമെങ്കിലും ഞാൻ പറയുന്നുണ്ട്. ഈ ബ്രഹ്മം എന്ന് പറയുന്ന കഥാപാത്രം കണ്ണടച്ചാൽ നമ്മുടെ സ്ഥിതി എന്താ? അപ്പോൾ അത് നമ്മളെപ്പോലെ ക്ഷീണിച്ച് ഉറങ്ങിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ കളിക്കുമ്പോഴും ചിരിക്കുമ്പോഴും ദുഃഖിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഒക്കെ
കണ്ണ് തുറന്നിട്ടായിരിക്കണത്. അപ്പം അത് ശീലകത്തെ ബിംബമാണെങ്കിൽ നമ്മളെങ്ങനെ അനുഭവിക്കുക? നിങ്ങൾ ഇതിൻ്റെ ഗുട്ടൻസ് മനസ്സിലാക്കൂ. ഞാൻ വെറുതെ പറയുകയാണോ? അഹം ബ്രഹ്മാസ്മി, യു ആർ ആൾസോ പാർട്ട് ഓഫ് ബ്രഹ്മം. എല്ലാവരും, എല്ലാ ജീവജാലങ്ങളും ബ്രഹ്മസ്വരൂപികളാണ്. ഇതറിയാൻ എന്തത്ര വിഷമം? ഇതറിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവർക്ക് കത്തിവെക്കുമ്പോഴാണ് എനിക്ക് സങ്കടമാവുന്നത്. ഇത്ര ബുദ്ധിയില്ലാത്തവരായി പോയല്ലോ നമ്മുടെ സഹോദരന്മാർ. ഞാൻ എൻ്റെ കൈ കൊണ്ട് എൻ്റെ കയ്യിൽ പിച്ചിയാൽ എനിക്ക് വേദനിക്കില്ലേ? നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ. ഞാനിതൊക്കെ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേദനിക്കണോ? അപ്പോൾ നമ്മൾ വേറൊരാളെ നുള്ളി നോവിക്കാൻ പാടുമോ? അപ്പോൾ വേറൊരു ജീവിനെ നമ്മുടെ വിശപ്പിന് വേണ്ടി നമ്മൾ കഴിക്കുമ്പോൾ ഐ ആം സോറി, എവിടെയും പറഞ്ഞിട്ടില്ല. സനാതനധർമ്മത്തിൻ്റെ നാരായവേരന് അഹിംസാ പരമോ ധർമ്മ. ഭദ്രകാളി ചോര കുടിച്ചു, ഭദ്രകാളിക്ക് എന്താണെന്നാ പറയുക, മാംസാഹാരം. അപ്പോൾ വേദത്തിലെ പ്രമാണം നമ്മൾ തിരസ്കരിച്ചു. ഈശ്വരനെ, ദേവീദേവന്മാരെ അനുമോദിക്കൂ, അനുകരിക്കരുത്. വേദവ്യാസൻ മഹാഭാരതത്തിലും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും പറയണു. എന്താ പറയണത്? ഏതൊക്കെ രാജാക്കന്മാർ രാജകീയ പ്രൗഢി നിലനിർത്തക്കത്തക്ക വിധത്തിൽ ഏതൊക്കെ യജ്ഞങ്ങൾ ചെയ്ത് പശുപക്ഷികളെ വധിച്ചിട്ടുണ്ടോ അവർ ഉരുക്ക് കൊക്കുകളായിട്ട് അവിടെ കാത്തിരിക്കുകയാണ് നമ്മളവിടെ ചെന്നാൽ കൊത്തി വലിക്കാൻ വേണ്ടിയിട്ട്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു പുരാണങ്ങളൊക്കെ 8, 10, 12 വയസ്സിൻ്റെ ഉള്ളിൽ പഠിച്ചിരിക്കണം. എന്നാൽ മദ്യപാനിയാവില്ല, ചൂതുകളിക്കാരനാവില്ല, ഹിംസ ചെയ്യുന്നവനാവില്ല. മഹാഭാരതം, അനുശാസന പർവം ഒക്കെ പഠിക്കണം. അപ്പോൾ അതിൽ പറയണു, ഒരു ബ്രാഹ്മണന് പറ്റിയ അബദ്ധം, അവന് ബുദ്ധി ഉപദേശിക്കുന്നത് ആരാ? ബച്ചർ എന്ന് പറഞ്ഞാൽ ആരാ? ഇറച്ചി വെട്ടുന്നവൻ. ഇറച്ചി വെട്ടുന്നവൻ അവൻ്റെ കത്തി എടുത്ത് തലയിൽ വെച്ചിട്ടാണ് ഇറച്ചി വെട്ടണത്. ഇറച്ചി വെട്ടുമ്പോഴും അവൻ്റെ ഉള്ളിലെന്താ? ആർക്കാണ് വേണ്ടിയിട്ടാണ് ഇറച്ചി വെട്ടാൻ പറയണത്? അയാളെ സ്വാമിയായിട്ട് കണക്കാക്കുകയാണ്. ഇതെൻ്റെ ജോലിയാണ്, ഞാൻ മത്സ്യമാംസം കഴിക്കണില്ല. ഇതിനേക്കാൾ ഒരു എളിയ സിമ്പിൾ ഉദാഹരണം എനിക്ക് നിങ്ങളോട് പറയാം. ഒരു വ്യക്തിയെ തൂക്കിക്കൊന്ന ജഡ്ജിക്ക് പാപമില്ല, തൂക്കിക്കൊന്ന ആരാച്ചാർക്ക് പാപമില്ല. പാപന്മാർക്കാണ്, കുറ്റകൃത്യം ചെയ്തവർക്കാണ്. അതുകൊണ്ടാണ് തൂങ്ങി മരിക്കേണ്ട യോഗം വരുന്നത്. അതല്ലാതെ കണ്ട് തന്നെ തൂങ്ങി മരിക്കണ കുട്ടികൾ, 14 വയസ്സായ കുട്ടികൾ ഫോൺ വാങ്ങി തന്നില്ല എന്നാ, ഐഫോൺ വാങ്ങി തന്നില്ല. അപ്പോൾ be serious about your own life. Don't forget about others. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരുന്നത് ഈശ്വരനല്ലോ. അപ്പോൾ സത്കർമ്മനിരതന്മാരായി തീരണം നമ്മളൊക്കെ. ഇല്ലെങ്കിൽ ഇതൊരു ഫ്രൂട്ട്ഫുൾ എക്സസൈസ് ആവില്ല, എനിക്കല്ല നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? അതെ, അല്ല, കർമ്മണോ നാസ്തി സംഖ്യാമേ അല്ല, അതൊക്കെ പറഞ്ഞോളൂ അല്ലേ. ഇവിടെ പറഞ്ഞു, അഹോബന്ധോ കൃപാസിന്ധോ ഭ്രാതർമാം ആശുമോചയ ഗോകർണോ വചനം ശ്രുത്വാ തസ്മൈ വാക്യം അഥാ അബ്രവീത്. അപ്പോൾ അതിൻ്റെ മുമ്പേ അധപ്രേതത്വമാപന്നോ ദുർദശാം ച വഹാമ്യഹം വാദാഹാരേണ ജീവാമി ദേവാധീന ബലോദയത്. അതുകൊണ്ട് പ്രേതഭാവത്തെ പ്രാപിച്ച ഞാൻ ഈ കഷ്ടാവസ്ഥയെ അനുഭവിക്കുന്നു. എനിക്ക് ഭക്ഷണം കാറ്റാകുന്നു. ജന്മാന്തരകർമ്മത്തെ അനുസരിച്ച് ബലം ലഭിക്കാതിരിക്കില്ലല്ലോ. അത് പറയുമ്പോഴാണ് ഇങ്ങനെ കാട് കയറി സംസാരിക്കേണ്ടി വന്നത്. അപ്പോൾ 30ാമത്തെ ശ്ലോകം, അഹോബന്ധോ കൃപാസിന്ധോ ഭ്രാതർമാം ആശുമോചയ ഗോകർണോ വചനം ശ്രുത്വാ തസ്മൈ വാക്യം അധ അബ്രവീത്. ഗോകർണനോട് പറയാണ്, ഹേ ബന്ധു, ഹേ കരുണാസിന്ധു. അതെ, ഇത് പറയുമ്പോൾ
ഹേ ഭ്രാതാവേ, സഹോദര, നീ എന്നെ പ്രേതഭാവത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ ഒട്ടും വൈകിക്കരുതെന്ന വാക്യം കേട്ട ഗോകർണൻ പ്രേതത്തോട് പിന്നെ പറഞ്ഞു. എന്തൊക്കെയാ സല്യൂട്ടേഷൻ? വളരെ രസമാണ്. ഹേ ബന്ധോ, ഹേ കരുണാസിന്ധോ. അപ്പോൾ കരുണാസിന്ധു എന്നുള്ളത് ഭഗവാനല്ലേ വിളിക്കുന്നത്. അപ്പോൾ പ്രേതഭാവത്തിലിരിക്കുന്ന ദുന്ദുകാരിക്ക് സ്വാത്വിക നിധിയായിരിക്കുന്ന ഗോകർണൻ പ്രഭുവാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്ത് പറഞ്ഞു? കരുണാസിന്ധോ, ഹേ ഭ്രാതാവേ, നീ എന്നെ. അപ്പോൾ ഒരാൾക്ക് തന്നെ റിലേറ്റീവ് ടേംസിൽ എന്തൊക്കെ ഗുണങ്ങളുണ്ടോ അത്രയും പേരുകളായില്ലേ? അതേപോലെ തന്നെയാണ് ബ്രഹ്മത്തിന് പല പേരുകളുണ്ട്. ബ്രഹ്മം ഏകമാണെന്നും പറയണം. അപ്പോൾ നീ എന്നെ പ്രേതഭാവത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ ഒട്ടും വൈകിക്കരുതെന്ന വാക്യം കേട്ട ഗോകർണൻ പ്രേതത്തോട് പിന്നെ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഗോകർണ ഉവാചാം ത്വദർത്ഥം തു ഗയാഭിണ്ഡോ മയാ ദത്തോ വിധാനദ തൽകഥം നൈവ മുക്തോ അസി മാം ആശ്ചര്യമിതം മഹത്. തദർത്ഥം ത്വം അർത്ഥം നർത്ഥം ത്വദർത്ഥം തു ഗയാപിണ്ഡോ, നമുക്ക് വേണ്ടി ഞാൻ ഗയാശ്രാദ്ധം ചെയ്തിട്ടുണ്ട്. മയാ ദത്തോ വിധാനത, ഏതെല്ലാം സ്നാനഘട്ടങ്ങളിൽ പോയിട്ടുണ്ടോ, തീർത്ഥഘട്ടങ്ങളിൽ പോയിട്ടുണ്ടോ, അവിടൊക്കെ നമുക്ക് ഞാൻ ശുദ്ധോദകം സമർപ്പിച്ചിട്ടുണ്ട്. തൽ കഥം നൈവ മുക്തോസി, എന്നിട്ടും നീ മുക്തിയെ പ്രാപിച്ചിട്ടില്ല എന്ന് കേൾക്കുന്നതിൽ അസി മമ മാം ആശ്ചര്യമിതം മഹത്, മഹത്തായിട്ടുള്ള ആശ്ചര്യമുണ്ടതാ. അതാണ് സത്യം. ത്വദർത്ഥം തുകയാ പിണ്ഡോ മയാ ദത്തോ വിധാനത തൽ കഥം നൈവ മുക്തോ അസി മാം ആശ്ചര്യമിതം മഹത്. ഗോകർണൻ ദുന്ദുകാരിയോട് പ്രേതത്തിനോട് പറഞ്ഞു, നിന്റെ സൽഗതിക്കായിക്കൊണ്ട് വിധിപ്രകാരം ഞാൻ ഗയാശ്രാദ്ധം കഴിച്ചുവല്ലോ എന്നാ. വിധിപ്രകാരം. എന്നിട്ടും ഏറ്റില്ല. കാരണം എന്താ? പാത്രാനുഭൂതി ഉൾക്കൊള്ളാൻ തയ്യാറായിരിക്കണം. അയാൾ മോക്ഷത്തിലേക്ക് എത്തിയിട്ടില്ല. ശരി. നോക്കൂ, നെഗറ്റീവ് എനർജി എത്രയുണ്ട്, അതിനനുസരിച്ചിട്ടുള്ള കാലപരിപക്വതാവസ്ഥയും കൂടി ആവണ്ടേ? അതായിട്ടില്ലല്ലോ. അപ്പം നിൻ്റെ സൽഗതിക്കായകൊണ്ട് വിധിപ്രകാരം ഞാൻ ഗയാശ്രാദ്ധം കഴിച്ചുവല്ലോ, എന്നിട്ടും എന്തുകൊണ്ട് നീ മുക്തനായില്ല? ഇത് ഏറ്റവും ആശ്ചര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഒരു പ്രമാണം വരുന്നു. മൃതാനാം മുക്തിദാനേതു ഗയാശ്രാത്തം പ്രഗർജതി. മരിച്ചവർക്ക് മുക്തി കൊടുക്കുന്ന കാര്യത്തിൽ ഗയാശ്രാദ്ധം ഉച്ചത്തിൽ ഗർജിക്കുന്നു. അപ്പോൾ ഒരു പ്രമാണം വരുന്നു. എന്താ? യന്നാംനാദീയതേ പിണ്ട സ വൈമുക്തി അവാപ്നുയാത്. ഏതൊരുവൻ്റെ പേർ പറഞ്ഞ് ഗയയിൽ പിണ്ടം വയ്ക്കുന്നുവോ അവൻ നിശ്ചയമായും മുക്തിയെ പ്രാപിക്കും. ഇപ്പം നമ്മൾ തിരുമറ്റക്കോട് പോയിട്ട് ശ്രാദ്ധം ചെയ്താലും തിരുനാവായയിൽ പോയാലും ശരി അല്ലേ, ഏതൊരാളുടെ നാമം തിഥി, മരിച്ച ദിവസത്തെ നക്ഷത്രം തിഥി ബ്രാഹ്മണർക്കുള്ളതാട്ടോ. ബാക്കിയുള്ളവർക്ക് നക്ഷത്രമാണ്. ഏത് നക്ഷത്രത്തിൽ മരിച്ചു അത് പറഞ്ഞ് വെള്ളം കൊടുത്താൽ അവരെ മോക്ഷത പ്രാപിക്കണം. ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ പാപം തീർന്നിട്ടില്ല. അപ്പോൾ ഏതൊരുവൻ്റെ പേർ പറഞ്ഞ് ഗയയിൽ പിണ്ടം വയ്ക്കുന്നുവോ അവൻ നിശ്ചയമായും മുക്തിയെ പ്രാപിക്കും എന്നല്ലയോ ശാസ്ത്രം എന്നാണ് പറഞ്ഞത്. ഒരു ശ്ലോകം കൂടി പറഞ്ഞു നിർത്താം. 32ാമത്തെ ശ്ലോകം. ഗയാശ്രാദ്ധാന്ന മുക്തിശ്ചേത് ഉപായോ ന അപരസ്ത്യുഹ കിം വിധേയം മയാ പ്രേത തത്വം വദ സവിസ്തരം. ഭയങ്കര രസത്തിലാണ് പോണത് കാര്യം. ഗയാശ്രാദ്ധാന്ന മുക്തിശ്ചേത് ഉപായോ ന പരസ്ത്യുഹ പരത് ഇഹ എന്നാണ്. ന അപരസ്ത്യുഹ കിം വിധേയം മയാ പ്രേത തത്വം വദ സവിസ്തരം. ആരോടാ പറഞ്ഞത്? പ്രേതത്തിനോട് ഗോകർണൻ പറയണേ, ഗയാശ്രാദ്ധത്തിൽ നിന്ന് മുക്തി ലഭിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഈ ലോകത്തിൽ മറ്റൊരു ഉപായം ഞാൻ അറിയുന്നില്ല സോദര. ഹേ പ്രേതമേ, ഞാൻ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് നീ തന്നെ വിസ്തരിച്ച് പറയുക. ഗോള അങ്ങോട്ടടിച്ചു, ബാൾ അങ്ങോട്ടടിച്ചു. അപ്പോൾ പ്രേതം പറയണു, പ്രേതാവാചാം
ഗയാശ്രാദ്ധശതോനാഭി മുക്തിർമേന ഭവിഷ്യതി. 100 ഗയാശ്രാദ്ധം ചെയ്തുകൊണ്ടായില്ല. ഉപായം അപരം കിഞ്ചിത് തദ്വിചാരായ സാമ്പ്രതം. വേറെ എന്താണ് ഉപായം എന്ന് അങ്ങ് തന്നെ വിചാരിച്ച് പെട്ടെന്ന് ചെയ്താലും. വാൾ ഇങ്ങോട്ടടിച്ചു. ഗോകർണൻ ഗോള് പ്രേതത്തിൻ്റെ കോട്ടിലേക്ക് അടിച്ചപ്പോൾ എനിക്കറിയില്ല, താനൊന്ന് അന്വേഷിച്ചിട്ട് വേണ്ടത് ചെയ്യുമെന്ന് പറഞ്ഞു. ഇതാണ് ഭാഗവതം. ഇതിൻ്റെ മഹാത്മ്യം. ഭാഗവതം കിടക്കണേ ഉള്ളൂ പ്രശ്നശൈലേ. ഗയാശ്രാദ്ധശതേനാഭി മുക്തിർമേന ഭവിഷ്യതി ഉപായം അപരം കിഞ്ചിത് തദ്വിചാരയ സാമ്പ്രതം. പ്രേതം പറഞ്ഞു, എത്ര തന്നെ ഗയാശ്രാദ്ധം കഴിച്ചാലും എനിക്ക് മുക്തി ഉണ്ടാകില്ല. അത്ര മഹാപാപിയാണ് ഞാൻ ചെയ്ത പാപത്തിൻ്റെ ദൈർഘ്യം എനിക്കല്ലേ അറിയുള്ളൂ, വേറൊരാൾക്കറിയില്ല. നോക്കൂ, ഞാൻ നന്മ ചെയ്തതും ഞാൻ ദോഷം ചെയ്തതും എനിക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന ഉപദ്രവത്തിന് ഒരു വിരൽ മറവ് വേണമെന്ന് പറയും. ഒരു വിരലിൻ്റെ മറവെങ്കിലും വേണടാ എന്ന് പറയും. എന്താ അത്? ഭഗവാന്റെ കണ്ണ് കെട്ടിക്കാൻ പറ്റില്ല. സഹോദരന്മാരെ, എല്ലാവരുടെ ഉള്ളിലും ഭഗവാൻ ഇരിക്കുകയാണ്. വാദിയുടെയും പ്രതിയുടെയും. വക്കീൽമാർ കേമന്മാരായിട്ട് വാദിയെ പ്രതിയാക്കിയാലും ഈശ്വരൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നമ്മൾക്ക് തെറ്റ് ചെയ്തവന് വിജയിക്കാൻ പറ്റില്ല. അവൻ അതിനുള്ള പണിഷ്മെൻ്റ് സ്വീകരിച്ചേ പറ്റൂ. അപ്പം എന്താ നല്ലത്? പാപം ചെയ്യാതെ ഇരിക്കുക. പാപം ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ ധർമ്മം എന്ത് അധർമ്മം എന്ത് എന്ന് അറിയണം. അതിനാണ് പുരാണങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞത്. ഞാൻ അവിടെ നിർത്തുകയാണ്. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ. അവരവർ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് കിട്ടൂ, അല്ലെങ്കിൽ എനിക്ക് കിട്ടൂ എന്ന് പ്രസ്താവിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.